ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ആഴ്സണലിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു ആസ്റ്റൺ വില്ല. ബെയ്ലിയും വാറ്റ്കിൻസൊക്കെയാണ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലായിരുന്നു ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം. എന്തായാലും നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തുണ്ട് ആഴ്സണൽ 71 പോയിന്റുമായി 32 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ. പക്ഷേ നിർണായകമായ ഒരു 3 പോയിന്റ് അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ഇത്തവണത്തെ കിരീട സ്വപ്നത്തിന് കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. നിലവിൽ സിറ്റിയുമായി 2 പോയിന്റ് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ സീസണിൽ പോലെ തന്നെ അവസാന 2 മത്സരങ്ങളിൽ സിറ്റി 1ാം സ്ഥാനത്തേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് ഇത്തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കാണുന്നത്. ഇനി 6 റൗണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൂടുതൽ പോയിന്റ് നേടിയാൽ മാത്രമേ ഇത്തവണയെങ്കിലും ആഴ്സണലിന് കിരീടം നേടാൻ പറ്റുകയുള്ളൂ. എന്തായാലും അർട്ടേറ്റയ്ക്ക് കീഴിൽ ഇത്തവണയെങ്കിലും ആഴ്സണൽ കിരീടം നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ആഴ്സണലിന്റെ ആരാധകർ. അവരുടെ ഒരു പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഒരു 3 പോയിന്റ്. ഈ ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരം കൂടിയായിരുന്നു. എന്തായാലും 6 റൗണ്ട് മത്സരം കൂടിയാണ് പ്രീമിയർ ലീഗിൽ ബാക്കിയുള്ളത്. ഈ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ആർട്ടേറ്റയ്ക്ക് കീഴിൽ വർഷങ്ങൾക്ക് ശേഷം ആഴ്സണലിന് കിരീടം ചൂടാൻ കഴിയും. അതല്ല എങ്കിൽ തുടർച്ചയായി 4ാം തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി മുത്തം വെക്കുന്ന കാഴ്ചയും കാണേണ്ടി വരിക. എന്തായാലും കാത്തിരുന്നു കാണാം. വരും മത്സരങ്ങളെല്ലാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആവേശകരമായ പോരാട്ടങ്ങളായിരിക്കും. ലിവർപൂൾ 3ാം സ്ഥാനത്തുണ്ട് നിലവിൽ 71 പോയിന്റുമായി. സിറ്റിക്ക് നിലവിൽ ഈ 2 ടീമുകളുമായി 2 പോയിന്റ് വ്യത്യാസമുണ്ട്. ആവേശകരമായ 6 റൗണ്ട് മത്സരങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ അവസാന മത്സരങ്ങൾ വരാനിരിക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇത്തവണത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിൽ ആരായിരിക്കും മുത്തം വെക്കുന്നത് എന്ന്.